പോരിലെ പെൺവീർ. എന്നോടൊപ്പമുള്ളത് ഡോക്ടർ ഷമ മുഹമ്മദ്, ഒപ്പം തന്നെ പി ദിവ്യ. ഷമയും ദിവ്യയും പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഷമ ദേശീയ വക്താവാണ്, ദേശീയ പാനലിസ്റ്റാണ്. ദിവ്യ ആകട്ടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, DYFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു തുടങ്ങിയാണ്. ആദ്യം ഷമയിൽ നിന്ന് തുടങ്ങുന്നു. വനിതാ സംവരണം നിയമമാക്കിയ ശേഷമുള്ള ചിത്രത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് നടപ്പാക്കിയെന്ന് അവകാശപ്പെടുന്ന പാർട്ടിക്ക് അത്യാവശ്യം വനിതാ സ്ഥാനാർത്ഥികളുണ്ട്, BJPക്ക്. പക്ഷേ കോൺഗ്രസ് CPMനും അതല്ല ചിത്രം. അതിനെക്കുറിച്ച് ഷമയ്ക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ പറയുന്നത് ഇപ്പം 198 അവർ സീറ്റ് റിലീസ്, അതിൽ വളരെ കുറവ് വനിതകളുള്ള. എങ്ങനെ നിങ്ങൾ പറയാം BJP വനിതാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ കുറേ സ്ഥാനാർത്ഥി ഇല്ല? നിങ്ങൾ വെറും കേരളയിലാണ് നോക്കുന്നത്. പക്ഷേ ഞങ്ങളത് ലിസ്റ്റ് ഫുള്ള് വന്നിട്ടില്ല. കേരളയിലെ ലിസ്റ്റിൽ ശരിയാണ് കുറവാണ്, പക്ഷേ ഓൾ ഓവർ ലിസ്റ്റ് വന്നിട്ടില്ല. അത് BJPയിലും അങ്ങനെ സ്ഥാനാർത്ഥിയില്ല. ഞങ്ങൾ 2010 ബില്ല് പാസ് ചെയ്യുമ്പം ഒരു ക്യാവിയറ്റ്സ് ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് രാജ്യസഭയിൽ പാസ്സാക്കാൻ പറ്റി, ലോക്സഭയിൽ നമുക്ക് ഭൂരിപക്ഷമില്ല. 2014 BJPയുടെ മാനിഫെസ്റ്റോയിലുണ്ടായിരുന്നു വനിതാ സംവരണം ഞങ്ങൾ ചെയ്യും. അവർക്ക് എത്ര കൊല്ലം ഉണ്ടായിരുന്നു? 9 കൊല്ലം. അതിൻ്റെ ശേഷം അവർ അത് പാസ് ചെയ്തത്. പാസ് ചെയ്യുമ്പോൾ വിത്ത് ക്യാവിയറ്റ് എന്താ? ഒന്ന് സെൻസസ് അവർ 21 ചെയ്തിട്ടില്ല. രണ്ടാമത് ഡീലിമിറ്റേഷൻ. ആ ക്യാവിയറ്റ് ഞങ്ങൾ വെച്ചിട്ടില്ല. എന്തുകൊണ്ട് അവർ ഡീലിമിറ്റേഷൻ വെച്ചത്? അതിൻ്റെ അർത്ഥം ഇപ്പോൾ 545 സീറ്റ്സാണ് ലോക്സഭയിൽ. ഡീലിമിറ്റേഷൻ വരുമ്പം 200 അവർ ആക്കും. അപ്പം അതേ സെയിം പുരുഷന്മാർക്ക് കിട്ടും. അപ്പോൾ എങ്ങനെയാണത്? പ്ലസ് ഉത്തര ഭാരതത്തിൽ അവർക്ക് സീറ്റ് കൂടും. അതെല്ലാം അതുകൊണ്ടാണ് ഡീലിമിറ്റേഷൻ. അവർക്ക് സീറ്റ് കൂടും, ഇവിടെ കുറയും. അപ്പോൾ ഇനിയും അവർക്ക് അധികാരം കിട്ടും. ഇതെല്ലാം ഒരു ക്ലെവർ ഗെയിമാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടി ഇതൊന്നും ആലോചിച്ചില്ല. അവർക്ക് വെറും സ്ത്രീ സംവരണം, അതാണ് അവരെ ഒരേ ഒരു ചിന്ത. അതുകൊണ്ട് ആ സമയത്തും 1992 മറ്റേ പഞ്ചായത്തിൽ സ്ത്രീ സംവരണം വന്നതിന് 33% ഞങ്ങളെ സർക്കാരാണ് കൊണ്ടാകുന്നത്. ഇപ്പോൾ അതുകൊണ്ടല്ലേ ഒരു കോർപ്പറേഷൻ ഇലക്ഷനും ഇവിടെ 50 ഈ പ്രാവശ്യം സ്ത്രീയെങ്കിൽ അടുത്ത പ്രാവശ്യം പുരുഷനെങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം സ്ത്രീ. അത് ഞങ്ങൾ കൊണ്ടുവരും. ഞങ്ങൾ ക്യാവിയറ്റ്സ് ഇല്ല. ഇപ്പോൾ കേരളത്തിലെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഷമ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ ന്യൂനപക്ഷം ത്തിനൊരു പ്രാധാന്യം കൊടുക്കണമെന്നുള്ളൊരു ചിന്ത അവിടെയുണ്ടായി. അപ്പുറത്ത് രാഹുൽ ഗാന്ധി ആണെങ്കിൽ പിന്നാക്കം തള്ളപ്പെടുന്നവരെ, അത് ഏത് മതവിഭാഗമായാലും ഏത് രൂപത്തിലായാലും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ യാത്രയിലൊക്കെ ഉടനീളം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണല്ലോ. പക്ഷേ പാർട്ടി സംസ്ഥാന ഘടകങ്ങളിലേക്ക് വരുമ്പോൾ അതങ്ങനെയല്ല നടപ്പാവുന്നത്. കേരളത്തിലാകുമ്പോൾ മറ്റു ചില പ്രയോറിറ്റീസ് വരുന്നു. അപ്പോഴും പിന്തള്ളപ്പെടുന്ന സ്ത്രീകളായിരിക്കും. ഒന്നുകിൽ ജയിക്കാൻ സാധ്യതയില്ലാത്ത മണ്ഡലം കൊടുക്കുന്നു, CPM മറിച്ചല്ല, ജയിക്കാൻ സാധ്യതയില്ലാത്ത മണ്ഡലം കൊടുക്കുന്നു, അതല്ലെങ്കിൽ കൊടുക്കുന്നേയില്ല. കേരളത്തിൽ പ്രതിനിധി കൊടുത്തത് വളരെ കുറവാണ്. അത് നിങ്ങൾ രാഹുൽ ഗാന്ധിനെ പറയരുത്. ബിക്കോസ് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് പറഞ്ഞാൽ, UPS സർക്കാരിൻ്റെ സമയത്ത് ഞാൻ പറയൂ ഇന്ന് ഒച്ചത്തിൽ, അന്താരാഷ്ട്രീയം എണ്ണയുടെ വില $104 പെർ ബാരലായിരുന്നു. ഞങ്ങൾ സബ്സിഡൈസ് ചെയ്തിട്ട് ഗ്യാസ് കൊടുത്തത് 425 രൂപ. ഈ മോദി സർക്കാർ നിങ്ങളൊരു പദ്ധതി കൊണ്ടായിരുന്നു. എന്തുകൊണ്ട് 425 1000 കൂടി? നിങ്ങൾ മനസ്സിലാക്കണം, കൂടുന്നുണ്ടെങ്കിൽ ഒരു 600, മാക്സിമം 200. ഇത് എവിടെയാണെന്നത്? എന്നിട്ട് ഇലക്ഷൻ വരുന്ന സമയത്ത് 100 രൂപ കുറക്കാൻ. അപ്പം അതെന്താ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് പുല്ലാണ് ഈ സ്ത്രീകൾ. ദിവ്യ, ഇപ്പോൾ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശരിയാണ്. പക്ഷേ ഇപ്പോൾ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഇലക്ഷൻ സമയമാകുമ്പോഴേക്കും മണിപ്പൂർ പ്രധാനപ്പെട്ട വിഷയമായി കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്, CPM ഉന്നയിക്കുന്നുണ്ട്. ആനി രാജയെപ്പോലുള്ള നേതാക്കൾ അവിടെ പോയിരുന്നു. രാഹുലാണ് അവിടെ ആദ്യം പോയത്. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. പക്ഷേ അതൊക്കെ മറക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ പറഞ്ഞ ഒരു ഗ്യാസിൻ്റെ പ്രൈസ് എല്ലാ തവണയും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ വനിതാ ദിനത്തിൽ ഒരു 100 രൂപ കുറയ്ക്കുമ്പോൾ ആ 100 രൂപ കുറയ്ക്കുന്നത് മാത്രമായിരിക്കും ജനങ്ങളുടെ മനസ്സിൽ. ആ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ തന്ത്രം അവിടെയുണ്ട്. മറിച്ചുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ അത്ര ശക്തമല്ല എന്ന് വേണം കരുതാൻ. അല്ല, ഒന്ന് ഈ രാഷ്ട്രീയ തന്ത്രത്തിന് പിറകിൽ നന്നായി പണം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ആ പണം ഇറക്കിക്കൊണ്ട് തന്നെയാണ് രാജ്യത്ത് BJP ഗവൺമെൻറ് ഈ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത്. അതിലാണ് ഷമയുടെ പാർട്ടിയിലുള്ള ആളുകളെ പർച്ചേസ് ചെയ്യാണ് ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് ഈ ഓഫറുകൾ കൊടുക്കുക. ഈ ഓഫറാണ് 100 രൂപയുടെ ഓഫർ. നമ്മൾ സാധാരണ കടയിലൊക്കെ കാണുന്നത് പോലെ ഓഫറുകൾ കൊടുത്തിട്ട് ഈ തെരഞ്ഞെടുപ്പിലൊരു വോട്ട് വാങ്ങുക എന്നുള്ളതാണ് BJP ആഗ്രഹിക്കുന്നത്. ഈ വനിതാ സംവരണ ബില്ല് പോലും ഓഫറാണ്. കാരണം ഇത് ഒരു 10 വർഷമായി അധികാരത്തിൽ വന്നിട്ടും അത് നടപ്പിലാക്കാൻ വേണ്ടിയല്ല. അത് ഞങ്ങളത് അംഗീകരിച്ചിരിക്കുന്നു, പക്ഷെ ഇപ്പോൾ നടപ്പിലാക്കുന്നില്ല. അത് ഇതുപോലും ഒരു ഓഫറായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. ഇത് നടക്കുമോ ഇല്ലയോ എന്ന് 2029 പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു മുഖ്യ മുദ്രാവാക്യമാണ്. സ്ത്രീകൾക്ക് മുമ്പിൽ
പ്രചരണ ആയുധമായിട്ട് ഈ പറയുന്ന BJP ഉപയോഗിക്കുന്നത് ഞങ്ങളിതാ വനിതകളെ അംഗീകരിക്കുന്നവരാണ്, വനിതാ സംവരണത്തെ ഞങ്ങളിത് അംഗീകരിക്കുന്നു, പാർലമെൻറ്റ് അംഗീകരിക്കുന്നു. അപ്പോൾ സ്ത്രീകൾക്കിടയിൽ ഒരു സിമ്പതി. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു തന്ത്രം കൊണ്ടൊന്നും സ്ത്രീകളുടെ വോട്ട് BJPക്ക് വാങ്ങാൻ പറ്റില്ല. ഇതാണ് മോഡിയുടെ ഇന്ത്യ. മോഡി നൽകുന്ന ഗ്യാരണ്ടിയോ അല്ലെങ്കിൽ നാരി ശക്തിയോ ബേട്ടി ബച്ചാവോ ഇതൊക്കെ പറയാം, മുദ്രാവാക്യം അല്ലാതെ മറ്റൊരു തരത്തിലും സ്ത്രീകൾക്ക് അത് അനുഭവപ്പെടുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ പാചകവാതകം വീട്ടിലേക്ക് വരുമ്പോഴാണ് വീട്ടിൽ ഭാര്യയും ഭർത്താവ് ഒളിച്ചോടുന്നു, ഭാര്യ മാറി നിൽക്കുന്നു, കാരണം കാശ് കൊടുക്കണമല്ലോ, വേറെ വഴിയില്ല. മുൻപൊക്കെ 300-400 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് പാചകവാതകം വീട്ടിലേക്ക് വാങ്ങാം. ഇപ്പോൾ പഴയ വിറകടുപ്പ് പല വീട്ടിലും തിരിച്ചു വന്നു എന്നുള്ളതാണ് പഴയ രീതിയിലേക്കുള്ളത്. കാരണം അതൊക്കെ ഒഴിവാക്കിയതാണ്. സ്ത്രീകൾ വീണ്ടും കഷ്ടപ്പാടിലേക്കാണ് ഈ വിറകടുപ്പ് കത്തിച്ച് ഈ കരിയും പുകയും അതിലേക്ക് സ്ത്രീകൾ എത്തിച്ചു എന്നുള്ളതാണ് മോഡിയുടെ ഗ്യാരണ്ടി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് വേറൊരു കാര്യം തോന്നിയിട്ടുള്ളത്, എപ്പോഴും ഈ വനിതാ നേതാക്കളെ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇടപെടേണ്ടി വരുന്ന വിഷയം ഒന്നുകിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതല്ലാതെ വലിയ രാഷ്ട്രീയ വിഷയങ്ങൾ വരുമ്പോൾ അത് കുറച്ചുകൂടെ സീനിയറായ പുരുഷ നേതാക്കൾ പ്രതികരിക്കട്ടെ എന്ന മട്ടിലാകുന്നുണ്ടോ? അത് കേരളയിൽ. പക്ഷേ പുറത്ത് ഞാൻ ദേശീയ വക്താവാകുമ്പം എന്ത് വിഷയം വരുമ്പം, ഇപ്പോൾ TV-യിൽ എന്ത് വിഷയം, അതൊരു ചൈനയുടെ വിഷയമാകുമ്പോൾ, കശ്മീർ വിഷയമാകുമ്പം, സാമർത്ഥ്യ എക്കണോമിക് ഡിബേറ്റ് ആകുമ്പോൾ എല്ലാത്തിനും അവരെന്നെ അയക്കും, ഒരു ഇതും ഇല്ലാണ്ട്. അതാ ഞാൻ പറയുന്നത്, രാഹുൽ ഗാന്ധി എപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്, സോണിയാജി സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് കേരളയിൽ നമ്മൾ സ്ത്രീകൾ 51%, പുരുഷന്മാരാകട്ടെ അധികമാണ്. ഞങ്ങളെ വോട്ട് കൊണ്ടാണ് പുരുഷന്മാർ ജയിക്കുന്നത്, അത് മനസ്സിലാക്കണം. സ്ത്രീകൾക്ക് ഇനി പ്രതിനിധി വേണം. അപ്പോൾ കേരളയിൽ നമുക്ക് വിദ്യാഭ്യാസമുണ്ട് 96%. ഞങ്ങൾ ഈ ഏരിയയിൽ മരുമക്കത്തായത്താണ്. കേരളയിൽ ശരിക്കും സ്ത്രീകൾ ശക്തിയുണ്ട്, പക്ഷേ രാഷ്ട്രീയപരമായിട്ട് അതില്ല. അതൊരു എന്തുകൊണ്ടാണെന്ന് എനിക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. എനിക്കെപ്പോഴും ഞാൻ തോന്നും, എൻ്റെ വീട്ടിലെല്ലാം എൻ്റെ ഉമ്മാമെല്ലാം ഭയങ്കര സ്ട്രോങ്. അവിടെ സ്ത്രീകളാണ്. അന്ന് വീടിനെ കുറിച്ച് പറയാം. മാഹിയല്ലേ വീട്? മാഹി എൻ്റെ ഉമ്മയുടെ തറവാട്, ഉപ്പാടെ തറവാട് കണ്ണൂരാണ്. മാഹിയിൽ എൻ്റെയൊക്കെ തറവാട് കല്ലാപ്പുതി വീട്ടിൽ നിന്ന് പറയും, കല്ലാപ്പള്ളിയുള്ള അറിയപ്പെടുന്നതാണ്. അവിടെ എല്ലാം ഞാൻ വളരുമ്പോൾ എല്ലാം ഈ സ്ത്രീകൾ പുറത്ത്, ഞങ്ങളൊരു വലിയ വീടാണ് അവിടെ, മേലെ സ്റ്റെപ്പ് കയറിയിട്ട് 27 ബെഡ്റൂമുള്ളൊരു തറവാടിലാണ് ഞാൻ വളർന്നത്. ഞാൻ പോകുമ്പോൾ വെക്കേഷനിൽ പോകുമ്പോൾ അവിടെ മുമ്പിൽ ഇരിക്കാൻ സ്ത്രീകളാണ്, ആ പടിൻ്റെ മുകളിൽ ഇരിക്കുന്നത് സ്ത്രീകളാണ്. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ആരും ഉള്ളിൽ സ്ത്രീകൾ. ഞങ്ങളെ വീട്ടിൽ എല്ലാം മുമ്പിൽ സ്ത്രീകളായിരിക്കും. കണ്ണൂരിൽ എൻ്റെ ഉപ്പാടെ വീട്ടിലും എൻ്റെ ഉപ്പാടെ സിസ്റ്റർ, ഞങ്ങൾ പെറ്റാച്ചാന്ന് പറയാം, അവരെല്ലാം ഇരിക്കാൻ പറഞ്ഞാൽ പുരുഷന്മാർ ഇരിക്കുന്ന ആ സാധ്യതയാണ് നമ്മളെ വീട്ടിൽ. അപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, ഈ കേരളയിൽ വീട്ടിൻ്റെ ഉള്ളിൽ പുരുഷന്മാർ സ്ത്രീകൾ പറയുന്നത് കേൾക്കും, പക്ഷെ ഈ രാഷ്ട്രത്തിലാണെന്നൊരു പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് എന്താണെന്നറിയില്ല. ആ രാഷ്ട്രത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് അവരോട് നമുക്കിപ്പം ഒരു 50% ഒന്നല്ല നമ്മൾ ചോദിക്കുന്നത്, നമുക്ക് കുറച്ചൊരു പ്രതിനിധി വേണം. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഞങ്ങൾ 2 പെൺകുട്ടികൾ 1 ആൺകുട്ടിയാണ്. പക്ഷേ ആർക്കും എൻ്റെ ബ്രദറിനെ പറ്റിയിട്ട് അങ്ങനെ അറിയില്ല. അവരെപ്പോഴും പറയും 2 ആൺകുട്ടികൾ 1 പെൺകുട്ടിയാണ്. പക്ഷേ അത് വേണ്ട, ഞാൻ പറയും ഞങ്ങൾ 2 പെൺകുട്ടികളാണ്, ഈക്വൽ റൈറ്റ്സാണ് കൊടുത്തത് നമുക്ക് എല്ലാവർക്കും. ഷമ മുഹമ്മദ്, സീമ മുഹമ്മദ് എല്ലാവർക്കും അറിയുന്നത്, ഷാഹിറിന് അങ്ങനെ അറിയില്ല. അപ്പം അതാണ് വളർത്തേണ്ട ഒരു ഇതായിരുന്നു. അപ്പോൾ അതേ സെയിം ടെക്നീക്ക് ഞാനിവിടെ രാഷ്ട്രത്തിൽ വന്നേരം എനിക്ക് മനസ്സിലാകുന്ന ഇങ്ങനെ പറ്റൂല, ഇങ്ങനെ ആയിരിക്കണം. അങ്ങനെയുണ്ടോ ദിവ്യ? അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞാൻ പുറത്തുനിന്ന് വന്നുകൊണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അതല്ല. കാരണം ഞാൻ ഇവിടെ തന്നെ ജനിച്ച് ഇവിടെ തന്നെ വളർന്ന്, എനിക്ക് പുറത്തുള്ള എക്സ്പീരിയൻസ് ഞങ്ങൾ യാത്ര ചെയ്ത ശീലം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഞാൻ ജനിച്ച് ഞാൻ വളർന്ന എൻ്റെ ഒരു വീടും എൻ്റെ ചുറ്റുപാടും എൻ്റെ നാടും ഞാൻ പഠിച്ച സ്ഥാപനങ്ങളും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എനിക്ക് അങ്ങനെ ഒരു വിവേചനം അവിടെ അല്ല, അങ്ങനെയല്ല, എനിക്ക് അങ്ങനെ ഒരു വിവേചനം തോന്നിയിട്ടില്ല. കുടുംബത്തിനകത്തായാലും അങ്ങനെ ആൺ പെൺ എന്ന രീതിയിൽ ഒരിക്കലും വീട്ടിനകത്തും അങ്ങനെ ഒരു ഫീൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയത്തിലായാലും, ഞാൻ DYFIയിൽ ഞാനുള്ള സമയത്തായാലും, ഞാനിപ്പോൾ DYFI ഒഴിഞ്ഞു, DYFI സെൻട്രൽ കമ്മിറ്റി മെമ്പർ എന്ന രീതിയിൽ നിന്ന് ഒഴിഞ്ഞു. പക്ഷെ ഞങ്ങളിപ്പോൾ ഞാൻ, സ്വരാജ്, TV രാജേഷ്, റിയാസ്, ഞങ്ങളെല്ലാം ഒരു ബാച്ചായിരുന്നു. അപ്പോൾ ആ സമയത്തെല്ലാം അങ്ങനെ ഒരു ഇപ്പം സംസ്ഥാന സെൻറ്ററിൽ പ്രവർത്തിക്കുന്ന സമയത്തും അപ്പം അവരൊക്കെ ഏൽക്കുന്ന അതേ ചുമതലകൾ ഞങ്ങൾ നിർവഹിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. മറ്റൊന്ന്, ഞാൻ രാഷ്ട്രീയവും അധികാരവും തമ്മിൽ വല്ലാതെ കൂട്ടിക്കുഴക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ഒന്ന് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം, സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത് അധികാര കേന്ദ്രത്തിലേക്കുള്ള ഒരു വഴിയായിട്ട് വ്യക്തിപരമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം രാഷ്ട്രീയ പ്രവർത്തനത്തിലാണ് ഞാൻ കേന്ദ്രീകരിക്കുക, അധികാരത്തിൻ്റെ ഭാഗത്തല്ല. ഇപ്പം ഞാൻ ഷമയുടെ ഒരു പാർട്ടിയിൽ ഇപ്പം കഴിഞ്ഞ ദിവസം KK നായരുടെ മകള്
BJP-യിലേക്ക് പോകുന്നു. വളരെ കേരളം ആകെ ഞെട്ടിത്തെറിച്ചൊരു എങ്ങനെയാ പോകുന്നത്? മോദി എന്ന ലീഡർ അല്ല, നോ സ്മൃതി, ഞാൻ അങ്ങനെയല്ല കാണുന്നത്. ഞാൻ കാണുന്ന ഒരു കാര്യം, ഒന്ന് ഇപ്പം കോൺഗ്രസിൽ തന്നെയുള്ളൊരു ശീലം, അതിൽ വലിയൊരു മാറ്റം വരുത്താനുണ്ട്. ഒന്ന് മക്കൾ രാഷ്ട്രീയം. മക്കൾക്ക് രാഷ്ട്രീയമല്ല പകർന്നു കൊടുക്കുന്നത്, മക്കൾക്ക് കൊടുക്കുന്നത് അധികാരമാണ് പകർന്നു കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ വേണ്ടത് രാഷ്ട്രീയം പകർന്നു കൊടുക്കുക, അധികാരമല്ല. അപ്പോൾ ഈ രാഷ്ട്രീയം പകർന്നു കൊടുത്താൽ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്? അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടക്കും, അല്ലെങ്കിൽ അധികാരത്തിലേക്കുള്ളൊരു യാത്ര മാത്രമായിട്ട് മാറും. എന്നാൽ അധികാരത്തിൽ സ്ത്രീകൾ വരണമോ? അത് വരണം. ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ ചിലപ്പോൾ മാറി മാറി ആളുകളൊക്കെ വരാറുണ്ട്. പക്ഷെ ഒരിക്കലും കെ കരുണാകരൻ്റെ മകൾ ഒരിക്കലും BJP-യിലേക്ക് പോകാൻ പാടില്ല. കാരണം അത് അവർ ഉണ്ട ചോറിനോടുകൂടി കാണിക്കുന്ന ഒരു നന്ദികേടായിട്ട് കാണും. കാരണം അവർ വളർന്നത്, അവർ അനുഭവിച്ച സൗകര്യങ്ങൾ, അതെല്ലാം കെ കരുണാകരൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ വളരെ ഉന്നതതലത്തിലൊരു നേതാവ്, കൂടാതെ അദ്ദേഹത്തിന് ലഭിച്ച മുഖ്യമന്ത്രിയും അധികാരത്തിൽ ലഭിച്ച സൗകര്യങ്ങൾ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് പത്മജയായിട്ട് മാറിയത്. അപ്പോൾ എവിടെയെങ്കിലും അധികാരമില്ല എന്ന് തോന്നുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ എനിക്ക് തോന്നുന്നു, അത് നേരത്തെ പറഞ്ഞതുപോലെ BJP-യുടെ ഒരു ഓഫറുണ്ട്. ആ ഓഫർ എന്താണെന്ന് നമുക്കറിയില്ല, അത് പത്മജയ്ക്ക് മാത്രമേ അറിയൂ. കാരണം നിരവധി തവണ ഡൽഹിയിൽ പോയി ചർച്ച നടത്തി എന്നാണ് നമ്മൾ കേട്ടത്. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകാൻ നിരവധി തവണ ചർച്ച നടത്തുമ്പോൾ ആ ചർച്ചയിൽ ഉയർന്നു വന്ന കാര്യങ്ങൾ എന്താണ്, എന്തൊക്കെയാണ് ഇവർക്ക് ലഭിച്ച ഓഫർ എന്ന് നമുക്കറിയില്ല. പക്ഷേ അങ്ങനെയൊരു ഓഫർ ലഭിക്കുമ്പോൾ പോകുന്ന തരത്തിലേക്ക് വളരെ തരംതാണ നിലപാട് പത്മജി എടുത്തത്, അത് വളരെ മോശമായി പോയി എന്ന നിലപാടാണ്. പണം പദവിയാണല്ലോ ഓഫർ. അതെ, അങ്ങനെ ഒരു ഓഫർ കിട്ടിയാൽ CPM ആരും പോവില്ല എന്ന് ഉറപ്പാണ്. ഉറപ്പാണ്. കാരണം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു സ്ത്രീക്കോ ഒരു പുരുഷനോ, ഞാൻ പ്രത്യേകം പറയണ്ടേ, രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു സ്ത്രീക്കോ പുരുഷനോ അധികാരം കിട്ടിയില്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേക്കേറാമെന്നൊരു തോന്നലുണ്ടാവില്ല. അത്രയേ ഉള്ളൂ. പൈസ, പദവി, ഇത് രണ്ടും കാണിച്ചു കഴിഞ്ഞാൽ പോകാൻ എത്ര പെട്ടെന്ന് പോകുന്നു. അങ്ങനെ പോകുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നൊരു ആരോപണത്തിന് വരുമ്പോൾ അതിനെന്താണ് മറുപടി? അല്ല, പൈസ പദവിയല്ല, പൈസ ED, ഇൻകം ടാക്സ്, ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയോ, ഞങ്ങൾ ഇലക്ട്രൽ ബോൺസിൻ്റെ സമയത്ത് എന്നോട് ബിസിനസ്സുകാർ പറഞ്ഞതാണ്, നമുക്ക് തരാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഞങ്ങൾ തരുമ്പം SBI അറിയും, SBIക്ക് അറിയാം, SBI അറിയുമ്പോൾ സർക്കാർ അവർ വന്ന് പറയാം, നമ്മൾ വെറുതെ അയക്കും ED, ഇൻകം ടാക്സ്, വെറുതെ എന്തെങ്കിലും ഒന്ന് ചെറിയ കാര്യം, അല്ലെങ്കിൽ അവർ പ്ലാൻ ചെയ്യും. അപ്പം അവർക്ക് പേടി, ആർക്കും ഒരു വിഷയം വേണ്ടല്ലോ. അപ്പോൾ ഇതാണ് പറ്റുന്നത്, ബേസിക്കലി ഇതാണ് അവർ ചെയ്യുന്നത്. അപ്പം ഈ ത്രെറ്റും മസിൽ പവർ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പൈസൻ്റെ കാട്ടി പേടിയാണ് ഇപ്പം. അതാണ് ഇപ്പോൾ ഒരു പേടി, ഒരു ഫിയറിൻ്റെ അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത് ഇന്ത്യയിൽ. അപ്പം അതാണ്. ഇപ്പം ദിവ്യ പറഞ്ഞ പോലെ ത്രിപുരയിൽ ഏറ്റവും 33 കൊല്ലം ഉണ്ടായ ഒരു പാർട്ടിയാണ് അവരത്. ഇങ്ങനെ എവിടെ പോയി ആ CPM കാർ? അവരെല്ലാം BJP. പശ്ചിമ ബംഗാൾ എവിടെ പോയി ആ CPM കാർ? അവരെല്ലാം BJP. പക്ഷെ അത് നമ്മൾ പറയുന്നത് അല്ല, അതല്ല ഞാൻ പറയുന്നത്. അല്ല ഞാൻ പറയുന്ന പറഞ്ഞാൽ, ഞങ്ങൾ ഇവിടുന്ന് കേരളത്തിൻ്റെ ഇത് പറയുമ്പം ഇപ്പം പത്മജയുടെ കേസ്, അപ്പം ഞാൻ പറയുന്നത് അവിടുന്നും നല്ല ചോർച്ച ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് അവരൊരു കാഡർ ബേസ് പാർട്ടിയാണ്. അവർ പറയും ആരും പോവില്ല എന്ന് ഇപ്പം പറഞ്ഞതല്ലേ. അപ്പം അതും ത്രെറ്റൊന്നുമല്ല, അത് അവർക്ക് അവിടുന്ന് നമുക്ക് ഇതുപോലെ പൈസ ഉണ്ട്, അതിൽ പൈസ ഇൻവോൾവ്. എനിക്കറിയാം പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഞാൻ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ എന്താ നടക്കുന്നതെന്ന്, അവിടെയും ഇതന്നെ മണി ഉപയോഗിച്ചിട്ടാണ് അവരിതാക്കുന്നത്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇപ്പം ദിവ്യ പറഞ്ഞെന്ന് പറഞ്ഞാൽ, എൻ്റെ ഒക്കെ ഉണ്ടായത് റിയാസും സ്വരാജും. സ്വരാജ് MLA ആയി, കഴിഞ്ഞ പ്രാവശ്യം തോറ്റു. മുഹമ്മദ് റിയാസ് മന്ത്രി. അപ്പം സ്ത്രീകൾക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ഒരു CPM വേഴ്സസ് കോൺഗ്രസ് അല്ല, ഇത് ഒരു സ്ത്രീയുടെ വിഷയത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ കുറേ ഇൻസ്റ്റൻസ്, ഇപ്പം നിങ്ങൾ പത്മജയുടെ കേസ് പറഞ്ഞു. പത്മജ, ഞാനും പറയുന്നത് BJP-യിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രത്യാശാസ്ത്രമുണ്ട്. ആ എൻ്റെ പ്രത്യാശാസ്ത്രം എന്ന് പറഞ്ഞാൽ BJP-ൻ്റെ എതിരായിട്ടുള്ള പ്രത്യാശാസ്ത്രം, ഈ ഫാസിസം ഇതിൻ്റെ അല്ല. അപ്പം പത്മജ പോയതിന് ഞാനും അത് നിഷേധിക്കുന്നത്, അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇപ്പം ഞങ്ങളൊരു സർവേ നടത്തി. ആ സർവേയിൽ ഇപ്പോൾ കോൺഗ്രസ്സിന് കൂടുതൽ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ പോലും ഭാവി മുഖ്യമന്ത്രിയായിട്ട് ആര് വരണമെന്ന ചോദ്യത്തിന് ശൈലജ ടീച്ചർക്കാണ് ഏറ്റവും അധികം വോട്ട് കിട്ടിയിരിക്കുന്നത്. പല ജില്ലകളും പല മണ്ഡലങ്ങളായിട്ട് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശൈലജ ടീച്ചറാണ്. അപ്പോൾ പിണറായി വിജയനൊക്കെ പലയിടത്തും 3-ാം സ്ഥാനത്തും 4-ാം സ്ഥാനത്തും വരെ എത്തിയിട്ടുണ്ട്.
ഞാൻ ചോദിക്കുന്നത് അത്രയ്ക്കും ഇവിടെ സ്വീകാര്യമായ ഒരു വനിതാ നേതാവ്, എനിക്ക് തോന്നുന്നു ഈ അടുത്തൊന്നും കേരളത്തിൽ അങ്ങനെ ഒരു വനിതാ നേതാവിന് ആ സ്വീകാര്യത ലഭിച്ചിട്ടില്ല. അങ്ങനെ സ്വീകാര്യത ലഭിച്ചൊരു വനിതാ നേതാവിനെ പെട്ടെന്ന് ലോക്സഭയിലേക്ക് ഇവിടെ നിന്ന് നാട് കടത്തുകയാണ് എന്നൊരു വേർഷൻ, ഇതിപ്പോൾ കോൺഗ്രസിലെ നേതാക്കൾ പറയുന്നു, ഇപ്പോൾ ക്ഷമ പറയുന്നു, അതാണ് പലയിടത്തും അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അല്ല, അത് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നൊരു പ്രചരണമാണ്. ഒന്ന്, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം 20 സീറ്റും ഇടതുപക്ഷം നേടാൻ വേണ്ടിയിട്ടുള്ള നല്ല സ്ഥാനാർത്ഥികളെയാണ് എല്ലാ മണ്ഡലത്തിലും നിശ്ചയിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ടീച്ചർ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ പ്രിയപ്പെട്ടവളായി മാറിയതിന് പ്രത്യേകമായൊരു കാരണമുണ്ട്. ആ കാരണം എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെൻറ് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, അത് ടീച്ചർ മാത്രമല്ല, കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടത്തിയൊരു ടീം വർക്കാണ്. അതിൽ മുഖ്യ പങ്ക് ശൈലജ ടീച്ചർ ചെയ്തിട്ടുണ്ട്. കാരണം അന്ന് കോവിഡ് ഘട്ടത്തിൽ കേരളമാണ് ഈ പ്രതിസന്ധിയിൽ ഏറ്റവും അധികം ജനങ്ങളുടെ കൂടെ നിന്നൊരു സംസ്ഥാനം. അപ്പം ആ ഘട്ടത്തിൽ അന്ന് വളരെയധികം, ഒരുപക്ഷെ നമ്മുടെ സ്വീകരണ മുറിയിൽ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളെ പോലെ നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ ഈ പറയുന്ന ശൈലജ ടീച്ചറും എല്ലാവരും നമ്മുടെ വീട്ടിലൊരു അംഗം പോലെ തോന്നിയിട്ടുണ്ട്. അത് ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു അടുപ്പം നമ്മുടെ സർക്കാരിനോടുള്ള സ്നേഹം കൂടിയാണ്. പിന്നെ മറ്റൊരു തലത്തിലൊന്ന്, മുഖ്യമന്ത്രി നേരിട്ടുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അതിക്രമമുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം അദ്ദേഹത്തെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഉൾപ്പെടെ പല ഘട്ടത്തിൽ അത് ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു മതിപ്പ് കുറക്കാൻ, ഇതൊരു രാഷ്ട്രീയ അജണ്ടയാണ്. ആ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ട് നടത്തുന്ന പ്രചരണങ്ങളായിട്ടാണ് ഇതിനെയൊക്കെ ഞാൻ കാണുന്നത്. അല്ല, അന്വേഷണം ഒരു വശത്ത് നടക്കുന്നുണ്ടല്ലോ, അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ എത്രത്തോളം അതിൽ സത്യസന്ധമായി തുറന്ന പ്രതികരണം നടത്തുന്നു? പ്രതികരണം നടത്തേണ്ട രാഷ്ട്രീയ മണ്ഡലത്തിൽ നിൽക്കുമ്പോൾ അതിൽ കൃത്യമായ മറുപടി നൽകേണ്ട, ജനങ്ങളോട് ആ കാര്യത്തിൽ കൃത്യമായ മറുപടി നൽകേണ്ടത്, ആ രൂപത്തിൽ നടത്തുമ്പോൾ സംശയമുണ്ട്. നമുക്കിനി ആ വിഷയത്തിലേക്ക് പോകണ്ട. എനിക്ക് തോന്നുന്നു ഒരു വനിതാ നേതാവ് എന്ന നിലയ്ക്ക് ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നു. ക്ഷമയ്ക്കൊരു പക്ഷേ വീട്ടിൽ തന്നെ ആ രൂപത്തിൽ തന്നെയാണെന്ന് പറഞ്ഞു, സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ളൊരു സാഹചര്യമാണെന്ന്. പക്ഷെ എന്നാൽ പോലും സാധാരണഗതിയിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന വനിതകൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുകൾ നേരിടുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ മറികടന്ന് വേണം അതിലേക്ക് എത്താൻ? ഭയങ്കരമായിട്ട്. ഞാൻ തുടങ്ങുമ്പം പൂനെയിലായിരുന്നു. എൻ്റെ ചെറിയ മകൻ 5 വയസ്സും എൻ്റെ മൂത്ത മകൻ 7 വയസ്സായിരുന്നു. അവിടുന്ന് എനിക്കൊരു ദേശീയ വക്താവാകുമ്പം ചാനൽ ചർച്ചയിൽ പോകണമെങ്കിൽ ആ സമയത്ത് സൂമും സ്കൈപ്പൊന്നും ഇല്ല. നിങ്ങൾക്ക് ആ സ്റ്റുഡിയോയിൽ പോകണം, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് വരണം. പൂനെയിൽ അത് രണ്ടും ഇല്ല. അപ്പോൾ ഒന്നിക്ക് ഞാൻ ബോംബെ പോകണം, അല്ലെങ്കിൽ ഡൽഹിയിൽ. അപ്പം ഞാൻ ഒരു മാസം ഒരാഴ്ച ഡൽഹിയിൽ, പിറ്റേത്തെ ആഴ്ച 2 ദിവസം പൂനെയിൽ, പിന്നെ ഇനിയും ബോംബെയിൽ, പിന്നെ ഇനിയും അടുത്ത ആഴ്ച ഡൽഹിയിൽ. അപ്പം അങ്ങനെ 2 കൊല്ലം ഞാൻ അങ്ങനെ ചെയ്തു, കുട്ടികളെ വിട്ടിട്ട്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്കും ഞാൻ കണ്ണൂർ വരാൻ തുടങ്ങി, ഇവിടെ പ്രവർത്തിക്കേണ്ടിയിട്ട്. അപ്പോൾ കണ്ണൂരിൽ നിന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ചിലപ്പോൾ ഞാൻ രാത്രി എടുത്ത് 10:30 മണിൻ്റെ ഫ്ലൈറ്റ് എടുക്കും, ഗോവയിൽ അത് ലാൻഡ് ചെയ്യും 11:30. പിന്നെ അവിടുന്ന് 2 മണിക്ക് ഫ്ലൈറ്റ് ഉണ്ടാവും പൂനെയിലേക്ക്, 3 മണിക്ക് എത്തും, കുളിച്ച് കഴിഞ്ഞിട്ട് 3:30 ഉറങ്ങും, 6 മണിക്ക് 6:15 ഞാൻ എണീക്കും. എന്തുകൊണ്ട്? എൻ്റെ കുട്ടികളെ 5 ദിവസം കണ്ടിട്ടില്ല. അപ്പോൾ അവരൊന്ന് എണീപ്പിച്ച് ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോകണം. അപ്പം നമുക്ക് ആ കുട്ടികളൊക്കെ ഉള്ള സമയം നമ്മൾ ഉണ്ടാണ്ടെക്കും. പിന്നെ നമ്മളെ ഹസ്ബൻഡിൻ്റെ ഒക്കെ ഉള്ള സമയം അതും നമുക്ക് ഉണ്ടാണ്ടാക്കും. ബിക്കോസ് ചിലപ്പം അദ്ദേഹം ട്രാവൽ ചെയ്യുന്നുണ്ട്, അദ്ദേഹം തിരിച്ചെത്തുമ്പോൾ എനിക്ക് പോകേണ്ടി വരും. പൊളിറ്റിക്സുമായിട്ട് ബന്ധമുള്ള ആളാണോ? അല്ല, എൻ്റെ ഹസ്ബൻഡ് പൊളിറ്റിക്സ് ആയിട്ട് ഒരു ബന്ധമില്ല. പൊളിറ്റിക്സ് ഇഷ്ടമില്ലാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അച്ഛനും 2 MPs ആയിരുന്നു. ഇവിടെ അല്ല, എൻ്റെ ഹസ്ബൻഡ് വിദേശിക്കാരനാണ്. പക്ഷെ അദ്ദേഹത്തിന് പൊളിറ്റിക്സ്, മൂപ്പർ കമ്പനീസിൻ്റെ MD ആയിരുന്നു. ഇറ്റാലിയനാണ് എൻ്റെ ഹസ്ബൻഡ്. സ്ത്രീകൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സിൻസിയറാണ്, നമ്മൾ കമ്മിറ്റഡാണ്. ഒന്നും കൂടി ബിക്കോസ് നമ്മൾ മൾട്ടി ടാസ്കിങ്. എനിക്ക് ഞാൻ ക്ഷമയോട് ചോദിച്ച കാര്യങ്ങൾ തന്നെ ചോദിക്കുകയാണ്. ഫാമിലി, കുടുംബവും ഈ രാഷ്ട്രീയം കൂടെ ഒരുമിച്ച് കൊണ്ടുപോവുക വലിയ പാടാണ്. മൾട്ടി ടാസ്കിങ് ആണെന്നൊക്കെ പറയുന്നത്, അത് ഒരു സ്ത്രീകൾക്ക് ഒരു കുറേ കൈകളൊക്കെ കൊടുത്തിട്ട് എല്ലാ പണിയും ചെയ്യുന്ന, അങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? സ്ത്രീകളിപ്പോൾ എല്ലാ പണിയും ചെയ്യേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഒരു വിഷയം കൂടി ഇല്ലേ? ഇപ്പോൾ എന്തിനാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിൽ ശ്രദ്ധിക്കുക. ഇപ്പം അടുക്കളപ്പണി ചെയ്തിട്ടേ ഇതിലേക്ക് വരാമോ, അതിന് വേറൊരു സംവിധാനം ഉണ്ടാക്കുക, അങ്ങനെയല്ലേ യഥാർത്ഥത്തിൽ വേണ്ടത്? ഇപ്പം എൻ്റെ ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലം, ഞങ്ങൾ വീട്ടിനകത്ത് ഭർത്താവും ഞാനും ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ട്. കാരണം എല്ലാ ഉത്തരവാദിത്വവും എൻ്റെ തലയിലല്ല. കാരണം അമ്മയുണ്ട്, അമ്മ ഇടയ്ക്ക് വരും. ഞങ്ങൾ മാത്രമാണ് താമസമെങ്കിൽ അമ്മ ഇടയ്ക്ക് വരും. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് വളരെ അത്യാവശ്യം രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാണ്. അതുകൂടാതെ അദ്ദേഹം അടുക്കളയിലായാലും ഇനി ഏത് കാര്യത്തിലായാലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്.
അപ്പം അതെന്നെ സംബന്ധിച്ച് വളരെയധികം സഹായമായിട്ടുള്ള ഒന്നുണ്ട്. അത് അടുക്കളയുടെ കാര്യത്തിലാണ്. പിന്നെ നമുക്കറിയൊരു അമ്മ എന്ന നിലയിൽ അത് നമ്മൾ തന്നെ നമ്മുടെ ഒരു പാർട്ടാണത്. അപ്പം എന്നോട് ഒരു ദിവസം മോള് ചോദിച്ചിട്ടുണ്ട്, ക്ഷമയോട് ചോദിച്ചതുപോലെ അമ്മ എപ്പോഴാണ് ഒരു സാധാരണ അമ്മയായിട്ട് വരിക എന്നുള്ളത്. അതായത് സാധാരണ അമ്മ എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് അവർക്കെന്ന് വെച്ചാൽ കുട്ടികൾക്കാവുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ് കിട്ടണം, അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടായി അത് അമ്മയാണ് ചെയ്തു കൊടുക്കുക എന്നുള്ളത് അവർക്കൊരു മനസ്സിലുണ്ടാവും. അപ്പം അവർക്ക് ഇഷ്ടമുള്ളൊരു സമയം ഉണ്ടാവും. മറ്റു കുട്ടികൾ അവരുടെ അമ്മമാരെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം എൻ്റെയും ക്ഷമയുടെ ഒക്കെ മക്കള് ചിലപ്പോൾ അമ്മമാരെ കുറിച്ച് നമ്മളെപ്പോഴും യാത്രയിലും പരിപാടിയിലൊക്കെയാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു 30-40 വയസ്സിനിടയിലുള്ള അമ്മമാരായിട്ടുള്ള സ്ത്രീകൾ പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുമ്പോൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ ചെറുതാണ്, ഇപ്പം പ്രായപൂർത്തിയായൊരു പെൺകുട്ടി, എൻ്റെ മകൾ 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ അവർക്ക് ലഭിക്കേണ്ട കെയർ, അവർക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടെ ഇരിക്കേണ്ട സമയം, അതൊക്കെ നമ്മൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്, ഒരു അമ്മ എന്ന നിലയിൽ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളൊക്കെ അടുക്കളപ്പുറത്ത് പൊതുപ്രവർത്തകരായ സ്ത്രീകളുടെ അടുക്കളപ്പുറം ഒന്ന് പോയി നോക്കണം. കാരണം കരിഞ്ഞൊരുപാട് ചട്ടികളുണ്ടാവും. കാരണം നമ്മളെന്തേലും ചിലപ്പോൾ അടുക്കളയിൽ പോകുമ്പോൾ ഒരാൾ കാണാൻ വരും, അവരുടെ സങ്കടം കേട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ മറന്നു എന്താ അടുക്കളയിൽ നടക്കുന്നതെന്ന്. പിന്നെ ചിലപ്പോൾ ഒരാളൊരു സഹായത്തിന് ഒരു ഫോൺ ചെയ്താൽ അതിനു വേണ്ടി ഞങ്ങൾ 10 പേരെ നമ്മൾ വിളിക്കേണ്ടി വരും. അപ്പോൾ ഒരു ഭാഗത്ത് ഇപ്പോൾ ഫോൺ കൂടി ഉള്ളതുകൊണ്ട് ഏതാൾക്കും വിളിക്കാം, ആർക്കും വിളിക്കാം, പരിചയമൊന്നും വേണ്ട, ഏതാവശ്യത്തിനും വിളിക്കാം. ആശുപത്രിയിൽ ടോക്കൺ എടുക്കാൻ വേണ്ടി പോലും ആളുകൾ വിളിക്കാറുണ്ട്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിക്കും. അങ്ങനെയാണല്ലോ ഇപ്പോൾ. അപ്പോൾ ക്ഷമ, ഇനിയിപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നും. രാഷ്ട്രീയത്തിൽ ഇപ്പോൾ എന്തായാലും ഒരു സീറ്റ് വേണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്, അത് കാര്യത്തിൽ തുറന്നു പറയുകയും ചെയ്തു ക്ഷമ. എന്താണ് ഈ രാഷ്ട്രീയത്തിൽ അൾട്ടിമേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, എന്താണ് ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ? ആരെങ്കിലും രാഷ്ട്രീയത്തിൽ വന്നിട്ട് പറയുന്ന എനിക്കൊന്നും വേണ്ടെന്ന് പറയുന്നത് അത് ആദ്യം ഒരു വലിയ കള്ളനാണ്, അല്ലെങ്കിൽ കള്ളത്തി ഞാൻ പറയും. ബിക്കോസ് ആരും ഒരു ലക്ഷ്യമില്ലാണ്ട് വരൂല. അപ്പോൾ സീറ്റല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും മത്സരിക്കണം, ഏതെങ്കിലും ഒരു ദിവസം മത്സരിച്ചാലേ നമ്മൾക്ക് എന്തെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നലെ ഇപ്പം നമ്മളൊരു പാർലമെൻറ്റിൽ എത്തിയാൽ എന്തിനാ അതെത്തുന്നത്? നമുക്ക് പദ്ധതികൾക്ക് മാറ്റുന്നത്, പുതിയ പദ്ധതി വരുമ്പോൾ നമുക്കതിൽ നമ്മളൊരു വോട്ട് അതിൽ വേണം, അത് നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് പദ്ധതികൾ മാറ്റാൻ പറ്റും, അതെല്ലാം ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പം ആ ഇതിലാണ് എല്ലാവരും രാഷ്ട്രീയത്തിൽ കയറുന്നത്. എനിക്ക് എന്തുകൊണ്ടാണ് ഞാൻ സോയ ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ രാഷ്ട്രീയത്തിൽ കയറിയത്. ജനങ്ങളെ എങ്ങനെ എനിക്ക് സഹായിക്കാൻ പറ്റും. പക്ഷേ ട്രസ്റ്റിന് ജനങ്ങളെ സഹായിക്കാൻ പറ്റും, പക്ഷെ അവർക്ക് പദ്ധതി മാറ്റാൻ പറ്റൂല. പദ്ധതി ഒരു NGOക്ക് അത് ചെയ്യാൻ പറ്റൂലല്ലോ. പദ്ധതി പോളിസീസ് പുതിയത് കൊണ്ടുവരണമെങ്കിൽ, അത് മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നിക്ക് പാർലമെൻറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അസംബ്ലിയിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു അധികാരം ഇല്ലല്ലോ. അധികാരം എന്തിനാ വേണ്ടതെന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനല്ല. ഇപ്പം സ്ത്രീകൾ ഒരു പദ്ധതി നമുക്കതിൽ ഇൻവോൾവ് ആവാം, നമുക്ക് കൊണ്ടുവരാൻ പറ്റും, മനസ്സിലായില്ലേ? അപ്പോൾ അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അപ്പം അതിനാണ് എനിക്ക് രാഷ്ട്രത്തിൽ സ്ത്രീ ആയാലും കുട്ടികളുടെ പദ്ധതി ആയാലും ഇപ്പോൾ സ്റ്റുഡൻറ്റ് ലോൺസ് ഇപ്പം വളരെ കുറവാണ്, അത് വലിയ പ്രശ്നമാണ് ഇന്ത്യയിൽ. പിന്നെ വേണ്ടാന്ന് വെച്ചു. പിന്നെ തൊഴിലില്ലായ്മ, അതൊരു വലിയ വിഷയമാണ്. അത് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ സമയത്ത് ഇൻഫ്ലേഷൻ ഉണ്ടായാലും തൊഴിലില്ലായ്മ ഉണ്ടായിട്ടില്ല, തൊഴിലുണ്ടായിരുന്നു. ഇപ്പോൾ 3 ആൾക്ക് തൊഴിലുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം നമുക്ക് ഒന്നും കൂടി ഇൻട്രസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റും, നമുക്ക് ആ കാര്യങ്ങൾ അതിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റും, അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് അധികാര കേന്ദ്രത്തിലേക്ക് സ്ത്രീ എത്തണം എന്ന് പറയുന്നതോടൊപ്പം രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ സ്ത്രീകൾ വരണം. കാരണം നമ്മൾ ഓരോ നയവും രൂപീകരിക്കപ്പെടുന്നതും നിലപാടുകൾ രൂപീകരിക്കുന്നതും രാഷ്ട്രീയ പാർട്ടികളാണ്. ആ രാഷ്ട്രീയ പാർട്ടിക്കകത്തൊരു നയം രൂപീകരിക്കണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കകത്തെ നേതൃത്വത്തിൽ സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കണം. എങ്കിലും അതാണ് പിന്നീട് നിയമസഭയിലായാലും പാർലമെൻറ്റിലായാലും ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നത് പിന്നീട് അങ്ങനെയാണ്. അപ്പോൾ അതിന് മുമ്പ് വേണ്ടുന്ന നയരൂപീകരണം എന്ന് പറഞ്ഞ പാർട്ടിക്കകത്താണ്. ഉണ്ടാവണമല്ലോ, പാർട്ടി സെക്രട്ടറി ഉണ്ടാവണം, എല്ലാ കേരളത്തിലൊക്കെ ഉണ്ടാവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പാർട്ടി സെക്രട്ടറി ഉണ്ടാവണം, പിന്നെ പാർട്ടി കമ്മിറ്റികൾക്കകത്ത്. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ 5 സ്ത്രീകൾ, 2 സ്ത്രീകൾ, 3 സ്ത്രീകളൊക്കെയാണ്. ഇപ്പോൾ CPM-ൻ്റെ ഒരു പ്രത്യേകത, ഇപ്പം ഈ താഴെ ബ്രാഞ്ച് തലത്തിലൊക്കെ സ്ത്രീകൾ നല്ല രീതിയിൽ വന്നിരിക്കുന്നു. ഇപ്പോൾ ഒരു ബ്രാഞ്ചിൽ തന്നെ 5 സ്ത്രീകൾ, ചിലപ്പോൾ ഒരു 10 പേരിൽ 5 സ്ത്രീകളായി മാറിയിട്ടുണ്ട്. അപ്പം അതുപോലെ പാർട്ടിയുടെ എല്ലാ തലത്തിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം, അവരുടെ ലീഡർഷിപ്പിൽ സ്ത്രീകൾ വരണം.
അതിലായിരിക്കണം രാഷ്ട്രീയ പാർട്ടികൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏതായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും വ്യത്യാസം വരുന്നുണ്ട് എന്ന് യു വേണം പിയിൽ കരുതാൻ. പ്രിയങ്ക ഗാന്ധി ജനറൽ സെക്രട്ടറി ആയ സമയത്ത് 40% സ്ത്രീകൾക്ക് ടിക്കറ്റ് കൊടുത്തത്. അപ്പം ദേശീയ ലെവൽ കോൺഗ്രസ് പാർട്ടി സ്ത്രീകളൊക്കെ ഉണ്ട്. കേരളയിൽ അവർ ഇനിയും കൊടുക്കണം, കേരളത്തിൽ കോൺഗ്രസ് ഇനിയും മാറാനുണ്ട്. ഓക്കെ, ഏതായാലും നമുക്ക് അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഷമയും ദിവ്യയും അവരുടെ രാഷ്ട്രീയ പാർട്ടിക്കകത്തും ഇനി മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ടാകേണ്ട മാറ്റങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ രാജ്യത്തിനകത്ത് തന്നെ സ്ത്രീകൾക്ക് അധികാരവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്ന അഭിപ്രായങ്ങളുള്ളവരാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവരാണ്. ആ രൂപത്തിലൊരു മാറ്റത്തിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന പ്രത്യാശയിൽ അവസാനിക്കുകയാണ്. വളരെ നന്ദി.